ഹായ് ഹലോ വെൽക്കം ടു മൈ വീഡിയോ. ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഒളി ക്യാമറ, ഹിഡൻ ക്യാമറ, സ്പൈ ക്യാമറാസ് എന്നിങ്ങനെ പല രീതിയിലുള്ള പേരുകളിലുള്ള ക്യാമറകൾ നമുക്കറിയാം. ഒരുപാട് പേരുടെ ജീവനും ജീവിതവും നഷ്ടമാക്കിയ ഇവയെ, ഗുണത്തേക്കാളേറെ ദോഷം തന്നിട്ടുള്ള ഇവയെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും, എങ്ങനെ ഫൈൻഡ് ചെയ്യാം? അതിന് നമുക്ക് വേണ്ടത് ആദ്യം തന്നെ നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള ക്യാമറകൾ ഏതെല്ലാമെന്ന് നമുക്കൊരു ചെറിയൊരു ധാരണയുണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെയെങ്കിലും ഇതിൽ നിന്നെല്ലാം നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഉപയോഗിക്കുന്ന കുറച്ചധികം ക്യാമറകളുടെ ഡീറ്റെയിൽസും അതിൽ നിന്നെല്ലാം നമുക്ക് എങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ കഴിയും എന്നും ആ ഒരു എസ്കേപ്പ് ചെയ്യേണ്ട വഴികളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ നാട്ടിൽ ഒട്ടനവധി ഹിഡൻ ക്യാമറാസ് എല്ലാം അവൈലബിളായി ഓൺലൈനിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഹോട്ടൽ റൂമിലാണെങ്കിലും ശരി, ഒരു ബാത്റൂമിലാണെങ്കിലും ശരി, ഒരു ഡ്രസ് ചേഞ്ചിങ് സെൻറ്ററിലാണെങ്കിലും ശരി, നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നെല്ലാം എസ്കേപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഹിഡൻ ക്യാമറാസാണ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഈ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹിഡൻ ക്യാമറാസിൻ്റെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പലതരത്തിലുള്ള സ്പൈ ക്യാമറകൾ ഇപ്പോൾ ഉണ്ട്. ചെറിയ സ്ക്രൂ മുതൽ ഹാങ്ങർ, ക്ലോക്ക്, ചാർജർ, ബൾബ്, ബാത്റൂം, വാട്ടർ ബോട്ടിൽ തുടങ്ങി ഒട്ടനവധി സ്ഥലങ്ങളിൽ വയ്ക്കുവാൻ പറ്റുന്ന കടുകുമണിയോളം വലുപ്പം മുതലുള്ള ക്യാമറകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ മൊബൈൽ ക്യാമറയെ ഒരു സ്പൈ ആയി വരെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുവാൻ കഴിവുള്ള ആപ്ലിക്കേഷൻ വരെയുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള സ്പൈ ക്യാമറാസ് ഓൺലൈൻ വഴിയും അല്ലാതെയും അവൈലബിൾ ആണ്. കടുകുമണിയോളം വലുപ്പം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ എവിടെയും എങ്ങനെയും ഉപയോഗിക്കാമെന്ന്. ഇതിലിപ്പോൾ കുറച്ചധികം സ്പൈ ക്യാമറാസിൻ്റെ ലിസ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ച് ഒരു പരിധി വരെയെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പരിശോധിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു റൂമിലാണെങ്കിൽ ശരി, മറ്റു സ്ഥലത്താണെങ്കിൽ ശരി, നിങ്ങൾക്ക് അവിടെ ഒരു സ്പൈ ക്യാമറ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അവിടുത്തെ ലൈറ്റ് മൊത്തത്തിലൊന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കുക, കൃത്യമായ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ചുമ്മാ ഒരു അനാവശ്യമായി അവിടെ ഒരു ലൈറ്റ് അവിടെ കത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു IR ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു LED ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല, നിങ്ങൾക്ക് അവിടെ വീണ്ടും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സംഭവം ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വെച്ച് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ആ ആപ്ലിക്കേഷൻ 100% വിശ്വസിക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് അത് വെച്ച് ഉപയോഗിക്കാം. ഒരു പരിധി വരെ ഇതെല്ലാം നിങ്ങൾക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ആപ്ലിക്കേഷൻ വെച്ച്. പക്ഷേ 100% ഉറപ്പായി ഇത് ഡിറ്റക്റ്റ് ആകുമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിന് അതിൻ്റേതായ ചില ന്യൂനതകൾ അതിൽ തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട്. പിന്നെന്ന് പറയുന്നത്, ഈ ഒരു സ്പൈ ക്യാമറ ഡിറ്റക്റ്റ് ചെയ്യാനായി മാത്രം ചില ഡിവൈസുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയി കിട്ടുന്നുണ്ട്. നിങ്ങൾ അത് വെച്ച് ഇതെല്ലാം ഡിറ്റക്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ മാക്സിമം നമ്മൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക. ഞാൻ ഈ ഡിവൈസിൻ്റെ ലിങ്കും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഡിവൈസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ലിങ്ക് ഉപയോഗിച്ച് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ശ്രദ്ധയോടെ പോവുക, ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. യാതൊരു പ്രശ്നവും വരാതിരിക്കട്ടെ. നല്ലൊരു വിഷയവുമായി, പുതിയൊരു കാര്യവുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്, ഇപ്പോൾ ഈ സ്പൈ ക്യാമറാസൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടി മാത്രം ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മക്കളെ, നമ്മൾ ഈ നാട്ടിലെ ആളുകളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി മാത്രം, കുറച്ച് നേരത്തെ സുഖത്തിന് വേണ്ടി മാത്രം നിങ്ങൾ കളഞ്ഞു വിളിക്കുന്നത് നമ്മളുടെ നാട്ടിലുള്ള ആളുകളുടെ ജീവനും ജീവിതവുമാണ്. അതിനുശേഷം നാട്ടുകാരുടെ കയ്യിലെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക, തെറ്റായ രീതിയിൽ ചിന്തിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക്